എങ്ങനെയുണ്ട്? ശരത്തിനെ ഇപ്പൊ സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുവരിക്കാം മോളെ. ഞങ്ങളും കണ്ടിട്ടില്ല. TV ന്യൂസ് കണ്ടാ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്കെന്താ പറ്റിയേ? നീ എന്തെങ്ങനെ ഇരിക്കുന്നേ? അത് പിന്നെ അവക്കെന്ത് പറ്റാന്? അവക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതം നശിച്ചു പോയാലും അവള് നന്നായി ജീവിക്കും. കൗസല്യേ, എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. പറയുന്നത് കേൾക്ക് സ്വാതി. നീ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയതിനു ശേഷം അവന് സന്തോഷമില്ല, അതുപോലെ ഞങ്ങൾക്കും ഇല്ല. വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം നശിപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നത്? കൗസല്യേ, ഇങ്ങനെയൊക്കെ നീ പറഞ്ഞാൽ അവക്കത് വേദനയാവില്ല. അതിനെന്താ, നമ്മളും കുറെ വേദനിച്ചില്ലേ? നമ്മുടെ മോൻ ഇവളെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറെ കഷ്ടപ്പെട്ടതല്ലേ? അവന്റെ കാര്യം ഓർത്ത് നമ്മൾ എത്ര വേദനിച്ചു, അതൊക്കെ നിങ്ങൾ മറന്നുപോയോ? ആ വേദന എന്താണെന്ന് ഇവള് മനസ്സിലാക്കണം. നോക്കുമോളെ, ഇപ്പൊ എന്റെ മോന് വേറൊരു പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ട് കൈകൂപ്പി അപേക്ഷിക്കുക, ദയവ് ചെയ്ത് അവനെ മറന്നേക്ക്. ഞങ്ങളൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ. സോറി ആന്റി. നീ ഇവിടെ നിൽക്കുമോളെ. ഇനി എന്തെങ്കിലും പറയാൻ നിനക്ക് ബാക്കിയുണ്ടോ? അങ്കിൾ, ആന്റി പറഞ്ഞതാ ശരി. ഞാൻ അല്ലെങ്കിൽ തന്നെ നിങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചതാ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പോകുന്നതാ നല്ലത്. മനസ്സിലാവുന്നുണ്ട് മോളെ. നീ ഇവിടെ പറയുന്നൊന്ന് കാര്യമാക്കണം. പ്ലീസ് അങ്കിൾ, എന്നെ വിട്ടേക്ക്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇനി ഞാൻ കൂടി അതിന് കാരണമാവുന്നില്ല. എന്നെ വിട്ടേക്ക് അങ്കിൾ. എന്നോട് ക്ഷമിക്കൂ അങ്കിൾ. പ്ലീസ്. സോറി ആന്റി. നിൽക്കുമോളെ. സ്വാതി, സ്വാതി. No. See, I'm fine. ശരത്, ശരത്, എന്തു പറ്റി മോനെ? മോനെ, അച്ഛാ, മോനെ ശരത്തെ. അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, പ്ലീസ്. എല്ലാം നല്ലതിന് വേണ്ടി തന്നെ അച്ഛാ. ഞാൻ ജീവിതത്തിൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളായത്. എന്റെ സ്വാധീനം എനിക്ക് തിരിച്ചു കിട്ടി അച്ഛാ. എന്റെ സ്വാധീനം എനിക്ക് തിരിച്ചു കിട്ടി. നീ ഇപ്പോഴും അവളെ മറന്നിട്ടില്ലേ ശരത്തെ? അവള് നിന്റെ ജീവിതം ഒരു പ്രാവശ്യം തൊലച്ചതല്ലേ? ഇനി അതിന്റെ ആവശ്യമില്ല. അവള് പോയി. അവൾ എവിടെ പോയി? അവൾ എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ല. നീ തന്നെ പറഞ്ഞു കൊടുക്ക. മോനെ, ആദ്യം മുറിവൊക്കെ ഉണങ്ങട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അമ്മ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഐ ആം ഫൈൻ. സ്വാതി എവിടെ? അവളെവിടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ എനിക്ക് വാക്ക് തന്നതല്ലേ ഞാൻ പറയുന്ന പെണ്ണിനെ കെട്ടിക്കൊള്ളാവുന്ന. അത് നീ പാലിക്കണ്ടേ? എന്തമ്മ ഈ പറയുന്നത്? എല്ലാം ശരിയായി വന്നപ്പോ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അമ്മ, സ്വാതി എവിടെ? പറയൂ. എനിക്കറിയില്ല. അച്ഛാ, സ്വാതി എവിടെ? എന്റെ സ്വാതി എവിടെ ഡോക്ടർ? അവരോടൊന്ന് പോയി. എന്റെ സ്വാതി എവിടെ? കരഞ്ഞോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ? ഐ ആം രവി ജോഷി, പ്രസ് റിപ്പോർട്ടറാണ്. ഇന്നലെ തൊട്ട് ടിവിയിൽ നിങ്ങളാണ് സർ ഫുൾ ഹെഡ്ലൈൻ. താഴെ ലൈവ് മീഡിയ ഉണ്ട്. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാതിയെ കിട്ടും. പ്ലീസ് സർ, ഒരു സർ. നിങ്ങളോട് സംസാരിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, please I'm okay, I'm comment. okay. Yeah, thank you. എനിക്ക് സ്വാതിയോടൊന്ന് സംസാരിക്കണം പ്ലീസ്. സ്വാതി, ഞാൻ പറയുന്നത് കേക്ക് സ്വാതി. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക് സ്വാതി, പ്ലീസ്. ലവ് യു സ്വാതി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സ്വാതി. നോക്ക്, ഇത് കാണുന്ന ആരായാലും സ്വാതി ഫോട്ടോ എടുത്തേ. ഇതാ സർ, ഇതിൽ ഫോട്ടോ ഉണ്ട്. ഇതാണ് എന്റെ സ്വാതി. ദയവ് ചെയ്ത് ആരും ഇവിടെ കണ്ടാലും ശരത് നിന്നെ ആത്മാർത്ഥം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളോട് പറയണം പ്ലീസ്. ഇത് മറക്കരുത് സ്വാതി. സ്വാതി പ്ലീസ് സ്വാതി, ഞാൻ ചെയ്ത തെറ്റാണ്. പ്ലീസ് സ്വാതി, ഐ ലവ് യു സ്വാതി. നോക്ക്, എല്ലാവരും നോക്ക്. ഇതാണ് എന്റെ സ്വാതി. ഞാൻ ഇവിടെ സ്നേഹിക്കുന്നത്. സാർ, അവരുടെ നമ്പർ ഉണ്ടോ? 9845 68258. റിംഗ് ചെയ്യുന്നുണ്ട് സാർ. ഓവർ. ഹലോ, ആരാ? സ്വാതി, ഇവിടെ സ്വാതി ആരുമില്ല. ഇത് കളഞ്ഞു കിട്ടിയ ഫോണാ. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഞങ്ങൾ വണ്ടി കയറിക്കോളൂ സാർ. ഇവിടെ അടുത്തല്ലേ? പ്ലീസ് ടെൻഷൻ ആവണം സാർ. സ്വാതി സാറിന് എന്തായാലും കിട്ടും. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് അവളെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ ചെയ്ത ഒരു ചെറിയ തെറ്റിന് 2 വർഷം ഞാൻ ശിക്ഷ അനുഭവിച്ചു. ഈ പറഞ്ഞു അറിയാതെ വേറൊരു തെറ്റ് സംഭവിച്ചു. എത്ര പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ എനിക്ക് ലൈഫിലൊക്കെ അവളെ കിട്ടില്ല. എനിക്ക് ഒരിക്കലും കിട്ടില്ല. എല്ലാം ശരിയാവും സാർ. മാറ്. ഒരു ഫോൺ കളഞ്ഞു പോരുന്നു. ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അതെവിടെയുള്ളത്? നിങ്ങൾ ശരത്തല്ലേ? സാർ, ഇവിടെ നിന്ന് ഫോൺ കിട്ടിയോട് സംസാരിച്ചിരുന്നു സാർ. നിങ്ങൾ വരും, നമുക്ക് ഓഫീസറോട് സംസാരിക്കാം. വേണ്ട, പ്ലീസ് ഫാസ്റ്റ് സാർ. Okay. മാറി. ഓഫീസർ, ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. സാർ, ഞാനിപ്പോ വിളിച്ചിരുന്നു. സാറെ ഫോൺ എടുത്ത്. അതെ സാർ, അത് ഞാനാ എടുത്തത്. അപ്പൊ കട്ടവൻ എനിക്കൊന്ന് കാണിച്ചു തരൂ സാർ. ഇവിടെ വേടാ. ഇവനാ പറയടാ. സാർ, ഒരു 5 മിനിറ്റ് മുമ്പാണ് വണ്ടി പോയത്. നിങ്ങൾ വേഗം പോകണമെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ക്യാച്ച് ചെയ്യാം. വേഗം പോകണം. താങ്ക് യു.
ബിസിനസ്മാൻ ആയിട്ടുള്ള ശരത് തന്റെ കാമുകി അന്വേഷിച്ച് നഗരം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ എടുക്കാൻ പോവാ. ബാഗ് പിറ്റ് പോക്കറ്റ് അടിച്ചു പോയി. എന്റെ കാശും മൊബൈലും എല്ലാം അതിൽ പോയി. അതെ, എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ച ഞാൻ നിന്നെ കാണാൻ ഓടി വന്നേ. എന്നിട്ട് ഐ ലവ് യു എന്ന് പോലും പറയാതെ പിക് പോക്കറ്റുകാരൻ നിന്റെ ബാഗ് മോഷ്ടിച്ച കഥയാണോ പറയണേ? സ്വാതി, എനിക്ക് നീ ജീവിക്കാൻ പറ്റില്ല സ്വാതി. ഐ ലവ് യു എന്ന് പറയുന്നില്ലേ? ഇപ്പൊ പറയാൻ മൂടില്ല, കല്യാണം കഴിഞ്ഞിട്ട്